നമസ്കാരം. SIR-മായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. കുറച്ച് വിവരങ്ങൾ കിട്ടിയതാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. ചിലർക്കൊക്കെ ഒരുപക്ഷെ ഇത് നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. അതായത് SIR-മായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിലൊരു പ്രധാന പ്രശ്നമാണ് BLOമാർ തെറ്റായി ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ള ചില ഫോമുകൾ. അതല്ലാന്നുണ്ടെങ്കിൽ അക്ഷയ സെന്ററുകളിൽ ഫില്ല് ചെയ്തിട്ടുള്ള തെറ്റായിട്ടോ അല്ലെങ്കിൽ അപൂർണമായിട്ടോ കൊടുത്തിട്ടുള്ളത് അതൊക്കെ തിരുത്താൻ വേണ്ടി ഇനി രേഖകളുമായി ഏറി കയറി നടക്കേണ്ട ചില സാഹചര്യങ്ങൾ വരുന്നത്. ഈ വോട്ടർമാർ കയറി ഇറങ്ങി നടക്കേണ്ട സാഹചര്യങ്ങൾ ഒഴിവാക്കണം. അത് വലിയ ദുരന്തമാണ്. അതൊക്കെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ ചില നിർദ്ദേശങ്ങൾ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കേണ്ടായി. അപ്പൊ അതിലെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. കിട്ടിയ വാർത്ത എങ്ങനെയാണ്? കേരളത്തിലെ വോട്ടർ രജിസ്ട്രേഷൻ നടപടികളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് 2025 എന്ന് പറഞ്ഞ 26 കേട്ടോ ഉദ്ദേശിക്കുന്നത്, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ SIR സമയത്ത് ജനങ്ങൾ നേരിടുന്ന വിവിധ സാങ്കേതികവും നടപടിക്രമവുമായ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ ഖേൽക്കർ IAS-മായി അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. തിരുവനന്തപുരം ജില്ലാ മുസ്ലിം ലീഗ് അധ്യക്ഷൻ പ്രിയ ഭീമാപ്പള്ളി റഷീദ് സാഹിബും കൂടെ ഉണ്ടായിരുന്നു. നിലവിലെ കരട് പട്ടിക പുറത്തു വന്നപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിലും അനുഭവിക്കുന്നുണ്ട്. നിലവിൽ കരട് പട്ടികയിൽ പെട്ടവരെ ഒക്കെ വീണ്ടും റിവിഷന് വേണ്ടി വിളിക്കുന്നുണ്ട്. പിന്നെ ഈ വിദേശത്തുള്ളവർക്ക് അവർക്ക് അവരുടെ പേര് വെരിഫൈ ചെയ്യുന്നതിന് ചില പ്രശ്നങ്ങൾ മാറ്റിയിട്ടുണ്ട്. സൈറ്റ് വിദേശത്ത് ലഭ്യമാക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. എന്തായാലും കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ആ കാര്യങ്ങൾ ഇപ്പൊ നിലവിൽ പ്രശ്നങ്ങളായി നിൽക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതിലൊന്ന് അൺമാപ്ഡ് എന്ന് പറയുന്ന വിഭാഗം വോട്ടർമാരുടെ പ്രശ്നം പരിഹരിക്കാം. എന്നാൽ കരട് പട്ടികയിൽ പേരുള്ളവരോട് വീണ്ടും രേഖകൾ ചോദിക്കാം, ഹിയറിംഗിന് വരാൻ പറയാം. നിലവിൽ കരട് പട്ടികയിലുണ്ട്. അത് 2002 SIR ലിസ്റ്റിൽ ഉണ്ടായിരിക്കുകയും 2025 ഇപ്പൊ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്ന അതിൽ കിട്ടിയ എന്യൂമറേഷൻ ഫോമിൽ കൃത്യമായി കാര്യങ്ങൾ എഴുതി കൊടുക്കുകയും അതേസമയം വീണ്ടും രേഖകൾ ആവശ്യപ്പെടുകയും. ഇതെന്താ പറ്റിയെന്നറിയാം? ഇത് 2002 തെമ്മാടിത്തരം കാണിച്ച അന്നത്തെ ഈ ആൾക്കാരുണ്ടല്ലോ, അതും ഇന്നത്തേതും കൂടെ ഒത്തു നോക്കുമ്പോൾ പറ്റാത്തതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേറെ എന്താ ഉള്ളത്? വേറെ ഒന്നുമില്ല. ഇന്നത്തെ വിവരങ്ങൾ നമ്മൾ മുകളിൽ എഴുതി, അന്നത്തെ വിവരങ്ങൾ നമ്മൾ താഴെ എഴുതി. അങ്ങനെയാണല്ലോ നമ്മളോട് എഴുതാൻ പറഞ്ഞിരുന്നത്. അന്ന് എന്താണോ 2002 ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അത് തെറ്റാതെ അതേപടി താഴെ എഴുതണമെന്നും അത് നിങ്ങളാണ് എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്ന് മാത്രമാണ് അന്ന് പറഞ്ഞിരുന്നത്. ഇപ്പൊ പറയുന്നു അത് രണ്ടും കൂടെ മാച്ച് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഈ രേഖകളൊന്ന് മാച്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരണമെന്ന്. മനസ്സിലായി നോക്ക്, എന്താ ഇതിന്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക്. എന്തൊരു ദുരിതമാണെന്ന്. അന്ന് പറഞ്ഞതൊന്ന് ഇന്ന് പറഞ്ഞൊന്ന് തന്ത മാറിയൊന്നോ? അല്ല, എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഏതായാലും 2002 പട്ടികയിലുള്ളവരെയും അവരുടെ പിൻഗാമികളെയും ഹിയറിംഗിൽ നിർമ്മിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2002 ഉണ്ട്. അവരുടെ ഒരുപക്ഷെ മാതാപിതാക്കൾ ആരെങ്കിലും 2002 ഉണ്ടാവും. ഈ പറഞ്ഞ ആളും 2002 ഉണ്ടാവും. ഇനി ഇയാൾ ഇല്ല എന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ ഉണ്ടാവും. അങ്ങനെയുള്ളവരെയൊക്കെ അത്തരം ഹിയറിംഗിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യമാണ്, വളരെ അത്യാവശ്യമാണ്. ഇനി മറ്റൊന്നാണ്, വിദേശത്തിരുന്ന് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് തടസ്സമാകുന്ന തരത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലുള്ള സാങ്കേതിക പ്രശ്നം. അത് വിദേശത്ത് ജനിച്ചവർക്ക് ബോൺ ഔട്ട്സൈഡ് ഇന്ത്യ എന്നൊരു ഓപ്ഷൻ ഫോമിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത്. ഇത് പലപ്പോഴും ഉണ്ടാകാറില്ല. പണ്ട് നമ്മളെ കേരള സർക്കാർ കേരളത്തിലെ റേഷൻ കാർഡിന്റെ ഒരു ഫോം കൊണ്ടുവന്ന പോലെയാണ്. മനസ്സിലായില്ലേ? 2 ഭാര്യമാരുള്ളവരൊക്കെ ഉണ്ട്. അതിൽ ആദ്യ ഭാര്യയിൽ കുട്ടികളില്ലാത്തത് കൊണ്ട് രണ്ടാമത് വിവാഹം കഴിച്ച് അതിൽ കുട്ടികളുള്ള കേസുകളൊക്കെ ഉണ്ട്. ഈ റേഷൻ കാർഡ് വീട്ടിലെ മുതിർന്ന വനിതാ അംഗത്തിന്റെ പേരിലായപ്പോ ആദ്യത്തെ ആളിന്റെ കീഴിലായി ബാക്കിയുള്ളവർ. അപ്പോ ഭർത്താവിന്റെ മറ്റൊരു ഭാര്യ എന്നൊരു കോളം അതിനകത്തില്ല. അതുപോലെ ഭർത്താവിന്റെ മറ്റൊരു ഭാര്യയുടെ മക്കൾ എന്നൊരു കോളം അതിനകത്തില്ല. ഇങ്ങനെയൊക്കെ ചില കുഴപ്പങ്ങളുണ്ട്. ഇതൊക്കെ കാട്ടിക്കൂട്ടുമ്പോ തലയിൽ ആള് താമസമുള്ളവരല്ല ഇരിക്കുന്നത്. എവിടെ നിന്നൊക്കെ എന്തൊക്കെയോ ചെയ്ത് എങ്ങനെപ്പോ പറയാത് കാശ് കൊടുത്ത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങി ആരെങ്കിലും ആയിരിക്കും ഇത് തയ്യാറാക്കിയിട്ടുണ്ടാകുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും പുറത്തു ജനിച്ചവർക്ക് അത് രേഖപ്പെടുത്താനുള്ള ഒരു കോളം വേണം എന്നത് ന്യായമാണ്. പിന്നെ പറഞ്ഞിട്ടുള്ള മറ്റൊന്നാണ്, പ്രവാസികൾക്ക് ഓൺലൈൻ ഹിയറിംഗ് സൗകര്യം ഏർപ്പെടുത്തുക എന്നുള്ളത്. വിദേശത്തുള്ള പ്രവാസികൾക്ക് ERO മുൻപാകെ നേരിട്ട് ഹാജരാകാൻ കഴിയില്ല എന്നതിനാൽ അവർക്ക് ഓൺലൈൻ വഴിയോ പ്രതിനിധികൾ വഴിയോ ഹിയറിംഗിൽ പങ്കെടുക്കാൻ അനുമതി നൽകുക എന്നുള്ളതാണ്. വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം അവർക്ക് ഇപ്പൊ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഇവിടെ ഹിയറിംഗിൽ ഹാജരാകാൻ വേണ്ടി ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഇന്ന് ഈ ആധുനിക കാലത്ത് ഡിജിറ്റലൈസേഷൻ എന്നാണല്ലോ പറയുന്നത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരു സൗകര്യം ഒരുക്കണം. അത് ആവശ്യമാണ്. ബീഹാറിൽ ഒരു ഇതുണ്ട്, വംശാവലി സർട്ടിഫിക്കറ്റ്. ഇങ്ങനെയാണ്, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. ബൈബിളാണ് കേട്ടോ. ഇതിങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. അതുപോലെ ബീഹാറിൽ താമസിക്കുന്ന കുറച്ച് ആൾക്കാർക്ക്
അവർക്ക് രേഖകളില്ലാത്തത് കൊണ്ട് ഇന്നാരുടെ പിതാവായിരുന്നു അങ്ങനെയുള്ള ഒരു വംശാവലി സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് തീരുമാനമാകും. കാര്യം അതുപോലുമില്ല. നമ്മുടെ മലയാളികൾക്ക് കണ്ടമാന സർട്ടിഫിക്കറ്റും അതും ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് കുഴപ്പം. രേഖകൾ കൂടുതലാണ്, എന്നിട്ടും പ്രശ്നമാണ് ഇവിടെ. അപ്പോ അത്ര പോലും ഇല്ലാത്ത ബീഹാർ പോലുള്ള സ്ഥലത്ത് അത്തരത്തിൽ വംശാവലി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് രേഖകൾ ചേർത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ എന്തെങ്കിലും ഒന്ന്, നേറ്റിവിറ്റി പോലുള്ള എന്തെങ്കിലും ഒന്ന് ഇവിടെ കൊണ്ടുവന്ന് അത് പരിഗണിക്കണം എന്നുള്ളൊരു ആവശ്യം കൂടെ ഉന്നയിച്ചിട്ടുണ്ട്. നടക്കുമോ എന്തോ കണ്ടറിയാം. ഇനി ഒരു കാര്യം കൂടെ ഉള്ളത്, BLOമാരുടെ ഡാറ്റ എൻട്രി പെശകുകൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2002 ഡാറ്റ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടേണ്ട പെശകുകൾ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതായത് അക്ഷയയിൽ പോയി ചിലർ ഫില്ല് ചെയ്തവരുണ്ട്, അവർ അങ്ങനെ അടക്കമുള്ള കുറെ ആൾക്കാർ, അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഡാറ്റ എൻട്രിയിൽ ചില പെശകുകൾ വന്നിട്ടുണ്ട്. അതിന് ഈ കോലും കോത്രാണ്ടവും കൂടെ തൂക്കിയെടുത്തുകൊണ്ട് പോണ പരിപാടി മാറ്റിയിട്ട് BLOമാർക്ക് അത് ഒന്ന് എഡിറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ വെച്ചുകൊണ്ട് സിമ്പിൾ ആയതൊന്ന് പരിഗണിക്കണം, അതിനവരൊന്ന് ഏർപ്പാടാക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. നടക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെയുള്ളത് ബൂത്ത് പുനർനിർണയമാണ്. ബൂത്ത് പുനർനിർണയത്തിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ വിവിധ ബൂത്തുകളിൽ പഞ്ചായത്തിൽ നിന്ന് വിട്ടുപോയ കേസൊക്കെ എന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഇപ്പോ AR നഗർ പഞ്ചായത്തിലുള്ള വോട്ടർ നേരെ വേങ്ങര പഞ്ചായത്തിലേക്ക് ഓടിയിട്ടുണ്ട്. എന്തിന് ഞാൻ 30 കൊല്ലം കഴിഞ്ഞു ഇവിടെ മലപ്പുറത്ത് താമസമാക്കിയിട്ട്. 96 ഞാൻ ഇവിടെ വന്നേ. 1996 മുതൽ മലപ്പുറത്ത് ജീവിക്കുന്ന എനിക്ക് വോട്ട് എവിടെയായിരുന്നെന്നറിയാമോ? അതിനു മുമ്പ് ചിതറ പഞ്ചായത്തിലെ 1-ാം വാർഡിലായിരുന്നു എനിക്ക് വോട്ട്. എന്ന് പറഞ്ഞാൽ 360 കിലോമീറ്റർ അപ്പുറത്ത് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ചിതറ പഞ്ചായത്തിൽ എന്റെ പഞ്ചായത്തിൽ വോട്ട് ചെന്നു. എങ്ങനെ ചെന്നു എന്ന് അല്ലാഹു ആലം എനിക്കറിയില്ല. ഇതാണ് ഇവിടുത്തെ കഥ എന്ന് പറയുന്നത്. അതെനിക്ക് തോന്നി എന്താണെന്നറിയോ, ഈ ഓരോ തെരഞ്ഞെടുപ്പിനും ഇത്തരത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് എവിടെ നിന്നെങ്കിലും ഒരു ലിസ്റ്റ് വലിച്ചെടുത്തിട്ട് അത് അങ്ങോട്ട് പബ്ലിഷ് ചെയ്യും. എന്നിട്ട് അതിലില്ലാത്തത് നമ്മളെല്ലാവരുടെ കെട്ടും പാണ്ടും ഇറക്കി കണ്ട് വോട്ട് ചേർക്കാൻ പോകണം എന്നാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണ് ഈ മരിച്ചുപോയവരും അല്ലാതെ പോയവരും ഒക്കെ ഈ ലിസ്റ്റിൽ വന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കൂടുതൽ വോട്ടില്ലാത്തവർ വോട്ട് ചേർക്കലേ ഉള്ളൂ. ഈ ഇങ്ങനെയുള്ളവർ മരിച്ചുപോയവർ അതിനകത്തുണ്ടെന്ന് അറിയാതെ ഇങ്ങനെ കിടക്കും. ഏതായാലും ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. അതൊരു കഴിവുകേട് തന്നെയാണ്. ഏതായാലും ബൂത്ത് പുനർനിർണയം കാരണം ഒരു കുടുംബത്തിലെ അംഗങ്ങൾ വിവിധ ബൂത്തുകളിലായി വിഭജിക്കപ്പെട്ടത് ലളിതമായ നടപടിക്രമങ്ങളിലൂടെ ഒരുമിച്ച് ശരിയായ ബൂത്തിലേക്ക് മാറ്റുന്നതിന് നടപടി സ്വീകരിക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. നടക്കുന്നു തോന്നുന്നു. പിന്നെ ഔദ്യോഗിക അറിയിപ്പുകളും നിർദ്ദേശങ്ങളും കൂടുതൽ സുതാര്യവും കൃത്യതയും വരുത്തി ജനങ്ങളിലേക്ക് എത്തിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ആവശ്യങ്ങളുമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായി പങ്കുവച്ചത്. ഇതൊരു വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. നമ്മൾ BLOമാരോട് എന്തെങ്കിലും ചോദിച്ചാൽ അറിയില്ല, അതിന് മുകളിലുള്ള EROമാരോട് ചോദിച്ചാൽ അറിയില്ല. ഒരാൾ എന്നെ വിളിച്ചിരുന്നു. ഒരാൾ ഫോൺ ചെയ്ത് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനോട് ഈ കാര്യങ്ങൾ ചോദിക്കാൻ ഒരാളുടെ EROയുടെ നമ്പർ കൊടുത്തു. EROയ്ക്ക് വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് സമയമില്ല, അതുകൊണ്ട് എന്റെ അസിസ്റ്റന്റിനെ വിളിക്കുന്നു പറഞ്ഞ് അസിസ്റ്റന്റിന്റെ നമ്പർ കൊടുത്തു പറഞ്ഞു. ഈ അസിസ്റ്റന്റിനെ വിളിച്ചപ്പോൾ എന്നോട് ഈ കാര്യം പറഞ്ഞ് വിളിച്ചേക്കെ ചേർത്ത് ഞാൻ തൂറാനും പെടുക്കാനും ഒഴിവില്ലാതെ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണെന്ന മറുപടി ഇറങ്ങുന്ന പറഞ്ഞു. അത്രയ്ക്ക് തിരക്കാണ് അത്രേ. ഈ ജനങ്ങളുടെ കാര്യം പിന്നെ ആരാ മറുപടി, ജനങ്ങളുടെ പ്രശ്നത്തിന് ആരാ പരിഹാരം ഉണ്ടാക്കുക? ആരാ പരിഹാരം ഉണ്ടാക്കുക? എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ജനങ്ങൾ എന്ത് ചെയ്യണം? വിദേശത്ത് നിന്നും വെബ്സൈറ്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്ന പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. പിന്നെ വിദേശത്ത് ജനിച്ചവർക്ക് പക്ഷേ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ജനിച്ചത് വിദേശത്താണെന്ന് രേഖപ്പെടുത്താൻ വേണ്ടി കോൾ എപ്പോഴും വന്നിട്ടില്ല. പിന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് പരിഹാരം ഉണ്ടാക്കാമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിക്കുകയുണ്ടായി. അതോടൊപ്പം പൊതുജനങ്ങളുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അർഹരായ ആളുകൾ ആരും വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകാതിരിക്കുന്ന നടപടികൾ കൈക്കൊള്ളുമെന്നും ചീഫ് ഇലക്ടറൽ ഓഫീസർ ഉറപ്പു നൽകി. ഇങ്ങനെയുള്ള ജനകീയ വിഷയങ്ങൾ അർഹരായ എല്ലാ പൗരന്മാർക്കും തങ്ങളുടെ സമ്മതിദാന അവകാശം കൃത്യമായി വിനിയോഗിക്കാൻ കഴിയുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഏതായാലും ഇവിടെ എനിക്ക് ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത് കണ്ട കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളെങ്കിലും ഇങ്ങനെ ഇറങ്ങുന്നതാണ്. ഞാൻ ഇതിനു മുമ്പ് മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് ആധാറുമായി ലിങ്ക് ചെയ്തിരുന്നെങ്കിൽ എത്ര എളുപ്പത്തിൽ ഇത് പ്രശ്നം പരിഹരിക്കാമായിരുന്നു. വോട്ടർ ലിസ്റ്റ് പരിഷ്കാരം ഒരിക്കലും പിന്നെ വേണ്ട, എന്നേക്കുമായി അതെടുത്ത് ഉപേക്ഷിക്കാമായിരുന്നു എന്നുള്ളത്. ഇപ്പോ ഇത്രയും കോംപ്ലിക്കേഷൻ ആകുമ്പോൾ തോന്നിപ്പോവുകയാണ് മറ്റൊരു പരിഹാരം ഉണ്ടായിരുന്നു. ഈ BLOമാരിൽ ലിസ്റ്റ് ഉണ്ടല്ലോ, ഒരു BLOയ്ക്ക് ഒരു 1500 പേരെയാണ് കാണേണ്ടത്. ഒരു ബൂത്തിലെ അത്ര ആൾക്കാരെ കാണാനുള്ളൂ, അല്ലെങ്കിൽ അതിന് താഴെയുള്ള ആൾക്കാരേ ഉള്ളൂ. അദ്ദേഹത്തെ അങ്ങ് ചുമതലപ്പെടുത്തിയിരുന്നെങ്കിൽ അദ്ദേഹം ഓരോ വീടുകളിലും ചെന്നിട്ട് അതിനു മുമ്പ് ഒരു അനൗൺസ് ചെയ്യണം. അതായത് നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ ആ അംഗങ്ങളുടെ ആധാർ, പാൻ കാർഡ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് എങ്ങനെ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ഒറിജിനലോ അതിന്റെ ഫോട്ടോ കോപ്പി എന്തെങ്കിലുമൊക്കെ ഇത്രാം തീയതിക്ക് മുമ്പ് കോപ്പി എടുത്ത് വീട്ടിൽ സൂക്ഷിക്കണം
എന്ന് ഒരു അറിയിപ്പ് കൊടുത്തിരുന്നെങ്കിൽ എല്ലാ വീടുകളിലും അത് ആ സമയത്തിനുള്ളിൽ അവർ ഏതെങ്കിലും ഫോട്ടോസ്റ്റാറ്റ് കടയിൽ പോയിട്ട് ഫോട്ടോ കോപ്പി എടുത്ത് കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചേനെ. ഇനി ഒരു പക്ഷേ ഇനി ഒറിജിനൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ചേനെ. ഇനി ഒരു പക്ഷെ വിദേശത്താണെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ ഒക്കെ അവരിലായിരിക്കുമല്ലോ. അതാണ് ഞാൻ ഇങ്ങോട്ട് പ്രിന്റ് അയച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞത്. അപ്പൊ ആ നിലയിൽ ഒരു വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരുടെ രേഖകൾ അവരുടെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ BLO നേരെ ഒരു വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഉള്ള ആരാണോ അവിടെ ഉള്ളത് അവരോട് ആ വീട്ടിലുള്ളവരുടെ വിവരങ്ങൾ ചോദിക്കുന്നു. അതിന് റേഷൻ കാർഡ് എടുത്ത് നോക്കിയാൽ മതി. ആ റേഷൻ കാർഡ് എടുത്ത് നോക്കിയിട്ട് ആ റേഷൻ കാർഡിൽ നിന്ന് ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരുടെ പ്രൂഫുകൾ ചോദിക്കാം. ഇപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഉണ്ട്. ഇനി അതല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? പാസ്പോർട്ട് ഉണ്ടോ? ആധാർ ഉണ്ടോ? ഇങ്ങനെ ഓരോ രേഖയും നോക്കിയിട്ട് ആ വീട്ടിൽ താമസമാക്കുന്നവരെ കൃത്യമായി രേഖപ്പെടുത്തി അങ്ങ് പോയിരുന്നെങ്കിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആളിപ്പോ വിദേശത്താണ് എന്നൊരു കോളം കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ടിക്കറ്റാ മതി. അങ്ങനെ ടിക്കറ്റ് ഇട്ട് ഓരോ ദിവസം ഒരു 3, 4, 5 വീടേ കയറിയുള്ളൂ എന്ന് കരുതിക്കോളൂ. എന്നാലും ഒരു വാർഡിലെ മുഴുവൻ വീടുകളും കയറി ഇറങ്ങി മുഴുവൻ SIR പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണം? ഇപ്പൊ എല്ലാം ഡിജിറ്റൽ ആണല്ലോ. അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ 2, 3 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് പ്രോസസ്സും പൂർത്തിയാക്കിക്കൊണ്ട് മുഴുവൻ പ്രോസസ്സും പൂർത്തിയാക്കിക്കൊണ്ട് ഈ SIRന്റെ ഇത് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു. എന്ത് ചെയ്യാ, ആരോട് പറയാനല്ലേ? Different angles. Don't forget to subscribe and support this channel.